ഇതിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. അവൻ മിണ്ടാണ്ട് വായിച്ചിട്ട് ഓംബ്രാന്ന് പറഞ്ഞ ആ വീട്ടില് വേണമെങ്കിൽ ഇരുന്നോളന്നെ. ആ വീട്ടിൽ ഒരാൾക്ക് അവനെ കണ്ടുകൂടാ. ഈ പറയുന്ന വായിച്ചടിക്കുന്ന ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ട് അച്ഛനമ്മമാർക്ക് എങ്ങനെയാണെന്നുള്ളത് ആൾക്കും ഇതേപോലെ ഒരു അവസ്ഥയൊക്കെ വരും. മോളില് ദൈവം ഇരിക്കുന്നുണ്ടല്ലോ. അല്ല, ആൾക്കും ദൈവം ഇങ്ങനെ ഒരു അവസരം കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആള് കിടന്ന് വഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരാള് വിളിച്ചാലും മൂപ്പർക്ക് പറയാനുള്ള കാര്യം ഇതാണ്. കിച്ചുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ അത് പറയാൻ കഴിയില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാറും. ഈ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മാറുന്ന കാര്യം അങ്ങോട്ട് പറ ബിഷപ്പേ, അത് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് അടുത്തൊരു ഇന്റർവ്യൂ പോയി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സത്യത്തിൽ ഒരു ബിഷപ്പാണെന്നുള്ള ഒരു ബോധം വേണം കേട്ടാ. ഈ നടന്ന് ഈ ഒരു അയൽക്കൂട്ടം പരിപാടി താങ്കൾ അവസാനിപ്പിക്കണം. താങ്കൾ ഒരുപാട് ആളുകളെ സഹായിച്ചൊരു വ്യക്തിയല്ലേ. താങ്കൾ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വീട്ടമ്മ വിളിച്ചപ്പോ അവരോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? അവനെ കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ഞെട്ടുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ഒരിക്കലും കിച്ചുവിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫുള്ള് രേണുസുതി പറയുന്ന ഓരോ കാര്യങ്ങൾ അങ്ങ് മിണുങ്ങുക, എന്നിട്ട് അതങ്ങോട്ട് ഛർദ്ദിക്കുക. എന്താണ് അച്ഛനോട് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ബിഷപ്പ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. എപ്പോഴാണ് പൊങ്കാല ഇടാൻ തുടങ്ങിയത്? താങ്കൾ കിച്ചുവിനെ വലിച്ചു കീറ ഇട്ട് കൊടുത്തുകൊണ്ടാണെന്നുള്ളതാണ്. റുഹിജാൻ പറഞ്ഞതുപോലെ കിച്ചുവിനെ തൊട്ട് കളിക്കുന്ന ആളുകൾ കെട്ടിന്റെ പണി കിട്ടുന്നു, മനസ്സിലായില്ലേ? അതേ പറയുന്നുള്ളൂ. എന്തായാലും രേണുസുതി ഒരു വീഡിയോ ഇട്ടതിന്റെ ഭാഗമായിട്ട് ആ പയ്യന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. പെറ്റമ്മയല്ലെങ്കിലും പൊറ്റമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. പോയി ഒന്ന് കാണടാ, ഒന്ന് വിളിക്കടാ എന്നൊക്കെ. സത്യാവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? ഒന്ന് കേട്ടോക്കി. വേണ്ടിയാണ് അവൾ കളിക്കുന്നത്. അത് നമ്മള് മാമൂലാക്കി ഈ വയ്യാത്ത അവസ്ഥയിലെ കരച്ചിലും പുഴിച്ചിലും വയ്യായ്മയും അയ്യോ എന്റെ കുഞ്ഞ് ഋതപ്പൻ കിച്ചിപ്പോ 21 വയസ്സായില്ലേ, അവന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു. എന്റെ ഋതപ്പന്റെ കാര്യം, എന്റെ അപ്പച്ചനും വയ്യാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് ലാസ്റ്റ് അത് എഴുതി ഇവർക്ക് കൊടുത്ത ആ ചെക്കന്റെ പേര് മാറ്റാനുള്ള പരിപാടി. ആളുടെ സ്വത്താണല്ലോ, അത് ആള് പറയുന്നുണ്ട്. എന്റെ ഇതാണ്, എന്റെ ഇതിൽ അവകാശത്തിൽ ഇരിക്കണമെന്ന് ആള് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ആള് സുഖമായിട്ട് അത് മാറ്റാം. നമുക്ക് മനസ്സിലാവും. അച്ഛൻ അന്ന് പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ അച്ഛൻ പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാല് രേണുവിനെ ഇനി പറയാൻ ബാക്കി ഒന്നുമില്ല. അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രേണു എന്താ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പൊ തന്നെ ഒരു വൈദികനാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, ഞാനും അത് പറഞ്ഞു. പക്ഷെ ആളിത് നിർത്തുന്നില്ല. ആള് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇന്റർവ്യൂകളിലൂടെ പോയിട്ട് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. സത്യം പറയുന്നുണ്ടെങ്കിൽ താങ്കൾ ഇപ്പൊ ചെയ്യുന്നത് കറക്റ്റ് അയൽക്കൂട്ടം പരിപാടിയാണെന്നുള്ളതാണ്. താങ്കളെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കാം. രേണുസുതിയെ കൊല്ലം സുധിയുടെ മൂത്ത മകൻ വിളിച്ചിരുന്നു, കിച്ചു വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്ന് കേട്ടു നോക്കാം എന്തായാലും. എന്റെ അമ്മ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയില് പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീലും കണ്ട വഴിക്ക് തന്നെ ഈ കിച്ചു വേറെ ആരോ സജഷനും പിടിക്കുക ചോദിക്കും ആരും മോനെ നീ അമ്മനെ പോയി കാണാൻ, അതൊന്നും അവന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുടെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അത്? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞുണ്ടോ അത്? നിൽക്ക് രേണുവിന്റെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോം വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റില്ല എന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്നാ പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞോ? അത് അന്ന് വയ്യാണ്ട് അവശ്യായിട്ട് എന്നെ കാണണ്ടോര് വന്നില്ല, കിച്ചു എന്നെ വളർത്തി 11 വയസ്സ് തൊട്ട് ഉണ്ടാക്കിട്ട് വന്നില്ല, ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. അല്ലേലും ബിഷപ്പ് മുന്നേ ഈ രമ്യയെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അമേരിക്കയിലുള്ള ഏതോ ഒരു സ്ത്രീ അദ്ദേഹത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം. അതായത് രമ്യ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അതൊന്നും കൂടാതെ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് രമ്യൊക്കെ ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മാറ്റി പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് അയൽക്കൂട്ടം എന്ന രീതിയിലേക്ക് ബിഷപ്പിന്റെ ഒരു സ്വഭാവം മാറുന്നു എന്നുള്ളതാണ്. ബിഷപ്പിന്റെ പണിയാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞ് തിരുത്തി കൊടുക്കണം, നല്ലതാണ്. പക്ഷെ അങ്ങോട്ടൊന്നും കേറൂല തോന്നുന്നു, ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അദ്ദേഹം പല വാക്കുകളും പറയുമ്പോൾ മറുപടി പറയുമ്പോൾ ആ രീതിയിലാണ്. ഇന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പൊ രേണു പറഞ്ഞ പോലെ തന്നെ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ രേണുവിനെ വിളിച്ചിരുന്നു. രേണുവിന്റെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അവര് വരണ്ട എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഒരുപാട് സെലിബ്രിറ്റികളെ വീഡിയോ കോളിലൂടെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവര് കാണുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അത്രേ. മറ്റുള്ള ആളുകൾക്കൊക്കെ വരാം. പക്ഷെ കിച്ചു വന്നു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലേക്ക് മാറും, റീച്ച് അവന് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം രേണു പറഞ്ഞ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട, ഇനി അത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്.
ഈ നമ്മളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഈ വീഡിയോ കണ്ടിട്ടാണ് അച്ഛന് ഭയങ്കര സങ്കടമായത് എന്നുള്ളതാണ്. പക്ഷെ രേണുവാണ് എല്ലാത്തിനും തുടക്കം എന്ന് അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നത്. വളരെ സങ്കടം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ. ഞാനൊരു 11 വയസ്സ് വരെ നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കും. എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. അന്നേരം എംഎച്ചിനോടൊന്ന് പറഞ്ഞാളെ. കാരണം ഫോൺ വിളിച്ചിട്ടേ എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. രേണുത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കിക്കോ. എന്തായാലും കിച്ചുവിന്റെ കയ്യിൽ രേഖകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ആരുടെങ്കിലും കയ്യിൽ റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്ത് വിടുക കേട്ടോ. കാരണം ഇനിയൊന്നും അകത്ത് വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങളൊക്കെ അറിയാനൊന്നുമില്ല. പണ്ടേ അങ്ങനെയാണല്ലോ, ചില ആളുകൾ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊടുന്ന് കൊട്ടി അവസാനം 8ന്റെ പണി കിട്ടുമ്പോൾ അത് തിരിച്ചൊരു ബൂമറാങ് പോലെ തലയിൽ വന്ന് വീഴുമ്പോൾ അയ്യോ ഞാനിങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ രേണു ഒന്നും അങ്ങനെ പറയില്ല കേട്ടോ. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത്. അങ്ങനെ വരുന്നെങ്കിൽ അന്ന് എന്താ അറിയില്ല. ഇതിപ്പം ഇത് അവ്യൂഹങ്ങൾ നടന്നെങ്കിലും ഇപ്പം എന്റെ വായിൽ നിന്ന് ഇത് കേട്ടിട്ട് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല. ഓക്കെ. ആ പോസ്റ്റർ കണ്ടപ്പോ തന്നെ വിളിച്ചിരുന്നത്രേ, ഇങ്ങനെ ഒരു ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോ. പക്ഷെ രണസുന് അതൊന്നും അറിഞ്ഞില്ല എന്നാ പറയുന്നത്. കൊള്ളാം. വായ തുറന്നാ നുണയല്ലാതെ പറയില്ല. എടാ മോനെ കിച്ചു, നീ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോടാ, അതിൽ നിന്നൊരു മിഠായി എങ്കിലും നിന്റെ അനുജന് വാങ്ങിക്കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കാണുന്ന വീഡിയോസിൽ AFC DFCയിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കാണുന്നത്. ഇനിയിപ്പോ മിഠായിയാണ് വാങ്ങിക്കൊടുക്കേണ്ടത് വെച്ചാൽ അവനത് വാങ്ങിക്കൊടുത്തോളും കേട്ടോ. അവൻ അവിടെ വന്ന് കാണുന്നുണ്ട്. പിന്നെ ആരാണ് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നത്? രേണു തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിക്ക് ലൈന് പിടിച്ച് ആട്ടിക്കളിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഉടനെ അടുത്ത വീഡിയോ എന്താണ്? ഇത് ഭയങ്കര വേദനയാണെന്നുള്ളത്. അത് പിടിച്ച് ആട്ടിക്കളിച്ച പിന്നെ വേദനിക്കാതിരിക്കും. ഡോക്ടർമാർ ശരിക്കും ഇതിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ്. ഇങ്ങനെ കീമോ ഒക്കെ ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്. പിക്ക് ലൈന് ഫുള്ള് വേദനയാണെന്ന് പറയുന്നത് അടുത്ത നിമിഷം തന്നെ അത് വിട്ട് ആട്ടിക്കളിച്ച് ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ വളരെ മോശമാണ് രേണസുന്ന. സംഭവം നിങ്ങൾക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അഭിനയിക്കാൻ വേണ്ടി കാണിക്കുമ്പോൾ അതിനെങ്കിലും ഒരു നീതി പുലർത്തണം എന്നുള്ളതാണ്. കുറെ ഡ്രാമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ കരയുമ്പോൾ പോലും ഞങ്ങൾക്ക് ഇപ്പൊ ഡ്രാമയായിട്ടാ തോന്നുന്നത് നിങ്ങൾ തന്നെ വരുത്തി വെച്ച വിനയാണ് എന്നുള്ളതാണ്. എവിടെങ്കിലും ഏതെങ്കിലും വ്ളോഗിൽ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കിച്ചന് സപ്പോർട്ട് ചെയ്യും. കാരണം അമ്മ വയ്യാണ്ട് പോസ്റ്റ് കണ്ട വഴിക്ക് വിളിച്ചുല്ലോ. എന്താ നല്ലൊരു അമ്മയാണെങ്കിൽ എന്റെ അമ്മ വയ്യാണ്ട് ഞാൻ ഇരിക്കുമ്പോ അത് കണ്ട് പോസ്റ്റർ കണ്ട് ഒന്ന് വിളിച്ചു എന്നെ ഒരു വ്ളോഗില് പോലും പറഞ്ഞില്ല, ഒരു മീഡിയയിലും പറഞ്ഞില്ല. അപ്പൊ നോക്ക്, നല്ല കാര്യങ്ങളൊന്നും പറയില്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ റീച്ച് കിട്ടില്ല ചേട്ടന്മാരെ, അത്രേ ഉള്ളൂ. എന്നിട്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ചേർന്നിട്ട്. ഇതാണ് ഊളത്തരം എന്ന് പറഞ്ഞാല്. രേണു എന്തായാലും സത്യങ്ങൾ പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അന്നത്തെ പോലെ തന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ അതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നേരെ തിരിച്ച് ഒന്നും അറിയാതെ നിങ്ങൾ കുറെ അമ്മച്ചിമാര് എന്തിനാ കിച്ചുവിന്റെ തലയിൽ കയറി നിരങ്ങുന്നത്? അവൻ വിളിച്ചിരുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുക. ഇനി എവിടെ വിശ്വസിക്കണം? നുണകൾ ഇങ്ങനെ പറയുന്നത് നന്നായിട്ട് വിശ്വസിച്ചോണം കേട്ടോ. ബാക്കി ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും ഒരു എന്താ പറയാ ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഈ ക്രാമ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് രണ്ടാമതും ആൾക്കാർ ഓരോന്നൊക്കെ പറയുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും അവതൊക്കെ അവനെ അന്ന് കോൾ ചെയ്തിട്ട് അവർ കൊടുത്തില്ല. അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അതെവിടെയും ആ ന്യൂസ് പോയില്ല. അവളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വയ്യാന്ന് കേട്ടപ്പോൾ വളർത്തി 15 വയസ്സിൽ കൊണ്ടുവന്ന കിച്ചു അവരെ വിളിച്ചു എന്നുള്ളത് അവനെ പോസിറ്റീവ്. എന്റെ പൊന്നു ചേച്ചി, ഇവർക്ക് വേണ്ടത് റീച്ചാണ്. ആ റീച്ച് അസുഖം വിറ്റിട്ടാണെങ്കിൽ അവർ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പൊ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമ്പത്താണെന്നുള്ളതാണ്. ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാക്കി കൊടുത്ത വീട്, അതായത് കൊല്ലം സുധിയുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീട്. അതിനർത്ഥം കൊല്ലം സുധിയുടെ ഭാര്യ പുറത്തു പോകണമെന്നല്ല, അവർക്ക് 3 പേർക്ക് ഉണ്ടാക്കിയ വീടാണല്ലോ അല്ലെ. ഇവിടെ അപ്പൊ ആരൊക്കെയാണ് താമസിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ബിഷപ്പ് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അവിടുത്തെ ഓരോരോ വിഷയങ്ങൾ ബിഷപ്പ് തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഓരോ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവരൊക്കെ കൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. കൊല്ലം സുധിയുടെ അമ്മയുടെ അടുത്ത് പോയി താമസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത്ര ഈ പയ്യൻ ചെയ്തിട്ടുള്ളൂ. വിഷയങ്ങളിൽ നിന്ന് വഴുതി മാറി അവൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. അപ്പൊ തുടങ്ങി ചൊറിച്ചല് നിരന്തരമായിട്ട്. മോനെ അമ്മയെ പോയി ഒന്ന് കണ്ടുവിടടാ, പെറ്റമ്മയല്ലെങ്കിലും പോറ്റമ്മയല്ലടാ എന്നൊക്കെ. ക്യാൻസർ ആയിട്ട് നിനക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കാൻ കഴിഞ്ഞില്ലോ എന്നുള്ളത്. ക്യാൻസർ ആയിട്ട് അവൻ വിളിച്ചു, ഫോൺ എടുത്തില്ല, വരണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ഋതപ്പന്റെ അടുത്ത് പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ രേണുസുതി നടന്ന ഓരോ ആളുകൾ ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ.
വീഡിയോ കോൾ ആണെങ്കിലും വാട്സപ്പ് കോൾ ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആളുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാസ്ക് ഇട്ടിട്ട് ആ മുറ്റത്തുനിന്ന് വന്ന് നിന്നാൽ മതി എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ കിച്ചു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്നു എന്ന് രേണുസുതിക്ക് പറയാമായിരുന്നു. പക്ഷെ വലിച്ചു കീറാനിട്ട് കൊടുക്കുക തന്നെയാണ് ചെയ്തത്. ആ പയ്യൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ഒരു കാറ് വാങ്ങുന്നു, സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുന്നു. ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് കടിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലോ അല്ലേ. ബാക്കി കുറച്ച് സാധനങ്ങൾ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇതൊന്നല്ല, ഇതിനേക്കാളും സാധനങ്ങളുണ്ട്. പക്ഷെ അവൻ മര്യാദ കൊണ്ട് അവന്റെ മര്യാദ കൊണ്ടാണ് അതൊന്നും ചെറിയൊരു സാധനം മാത്രം എന്താ പറയാ, നിന്നെ പോലെ താങ്കളെ പോലെയുള്ള അല്ലെങ്കിൽ ആന്റിമാര് അങ്കിൾമാര് അല്ലെങ്കിൽ ചെറിയ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കാണിക്കുമ്പോ അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവൻ മര്യാദ ഉള്ളത് കൊണ്ട്, അവ അമ്മാന്ന് ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ട്, അവ ആ ഏറ്റവും അതില് കുറച്ചെങ്കിലും മെനയുള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു ചുണ്ടുകളിയും കടിച്ചു പിടിച്ച് മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതെത്ര ഉള്ളൂ. യഥാർത്ഥ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ പുറത്തു വന്നു. അവൻ അതൊന്നും കാണിച്ചിട്ടില്ല. എന്തൊക്കെ ഉളത്തരങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇവർക്ക് ഈ ഒരു അസുഖം വന്നതിന് ശേഷം അത്തരം വീഡിയോസ് എടുത്ത് പുറത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇച്ചു അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ട് അവസാനം സഹി കെട്ടുകൊണ്ടാണ് അത് പുറത്തു വിടുന്നത്. എന്നാലോ അവൻ വിളിച്ച കാര്യം രേണുസുതി പറയുന്നില്ല. അവൻ അവിടെ ചെന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നില്ല. അവനെ വേണ്ട, അവനെ എങ്ങനെയെങ്കിലും കലി പിടിപ്പിക്കണം. ആ കലി വന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ട് മോനെ നീ ഒറ്റയ്ക്ക് എടുത്തറതപ്പ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു പോകും. അതിന് വേണ്ടിയിട്ടാകാം. ഇതിപ്പോ രേണുസുതിയുടെ കുടുംബത്തെയും രേണുസുതിയെയും നോക്കിയിരുന്നത് ഈ കൊല്ലസുതി തന്നെയല്ലേ. അവന് 11 വയസ്സ് മുതൽ അച്ഛൻ മരിക്കുന്നവരെ അച്ഛനാണ് പണിക്ക് വരുന്നത്, അച്ഛനാണ് നോക്കിയിരുന്നത്. അതിനുശേഷം രേണുസുതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആളുകൾ കൊടുക്കുന്ന ഒരു സഹതാപത്തിന്റെ പുറത്തുള്ള ഫണ്ടും വർക്കും കൊണ്ടാണെന്നുള്ളതാണ്. അവൻ അവകാശപ്പെട്ടത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് എത്ര കാലം ഉണ്ടായിരുന്നു? 2 കൊല്ലോ 3 കൊല്ലോ? ബാക്കി 8-9 വർഷത്തോളം ആരാ നോക്കിയിട്ടുള്ളത്? ഈ പറയുന്ന കൊല്ലസുതി തന്നെയല്ലേ. അപ്പൊ ഞാൻ നോക്കി എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. 1 വർഷമോ 2 വർഷമോ നോക്കിയ കഥയാണ് ഈ പറയുന്നത്. അവിടെ 10-20 വർഷത്തോളം കൊല്ലസുതി തന്നെയാണ് ഈ പയ്യനെ നോക്കിയിട്ടുള്ളത്. 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ ചെക്കൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അവൻ സ്വന്തം കാലിൽ മാറി നിൽക്കുമ്പോ അത് കലി, അത് പറ്റുന്നില്ല. ചെക്കൻ അധ്വാനിക്കുന്നത്, ചെക്കൻ പൈസ ഉണ്ടാക്കുന്നതും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ രേണുസുതി കാണിച്ചതുപോലെ ചെക്കൻ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ വെറുതെ വിട് കിച്ചു, എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായി കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്ത് വലിയ ഭീഷണിയാടോ ഇതാണ്. മകൻ വന്നില്ല കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് മകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താണ് വേണ്ടത്. 10-20 വയസ്സുള്ള ഒരു ചെക്കൻ ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റെന്തായിരിക്കും? ചിലപ്പോ കഞ്ചാവ് വലിച്ച കഥ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതോ അതിലേക്ക് നിങ്ങളെ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവെക്കുന്നതുകൊണ്ട് പറയാണ്. ഓക്കെ, എന്തായാലും അവന്റെ കൂട്ടുകാർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സബ് വീഡിയോ ഒക്കെ വന്ന സമയത്ത് ആ പയ്യനെ നന്നായിട്ട് ക്രൂശിച്ചതും അവന് ആകെ നാണക്കേട് കാരണം ഇത് നിങ്ങളെ മെസ്സേജ് അയച്ചിട്ട് അറിയിച്ചതും നിങ്ങൾ അതിൽ പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്കനെ അങ്ങ് തള്ളിയതും അല്ലേ. കൊള്ളാം, എന്തായാലും കൊള്ളാം. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കുന്ന ആളുകളുടെ എണ്ണം വീണ്ടും കൂടുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആളുകളുണ്ടല്ലോ, ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട കുറെ ആളുകൾ, അവരിപ്പതാ നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേണ്ട, അവർക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾ ഓരോ നിമിഷവും നുണകൾ പറയാ, കൈ വേദനിക്കുന്നു, അടുത്ത നിമിഷം കൈ കൊണ്ട് ആട്ടി അത് പിടിച്ച് എന്തൊക്കെ കാണിക്കുന്നേ. അതുകൊണ്ട് ദയവ് ചെയ്ത് കിച്ചുവിനെ നിങ്ങളാണ് വലിച്ചു കീറിട്ട് കൊടുക്കുക. അത് നിർത്തണം എന്നുള്ളതാണ്. അവൻ അവന്റെ പാട് നോക്കി പോട്ടെ. അവൻ അത് തന്നെയല്ലേ ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവൻ മാറി കൊല്ലസുതിയുടെ വീട്ടിൽ മാറി താമസിക്കുന്നു. അവൻ സ്വന്തമായി ബിസിനസ് പോലും ആരംഭിച്ചു. ഇവിടുന്ന് മാറിയപ്പോ തന്നെ ചെക്കൻ നന്നായി എന്നുള്ളതാണ് അല്ലെ. പ്രൊമോഷൻസ് മറ്റുള്ള കാര്യങ്ങൾ കിട്ടിത്തുടങ്ങി. അവൻ നന്നായി, അവൻ മുന്നോട്ട് പോട്ടെ. അത് ഭാവിയിൽ ഋതപ്പൻ എന്ന് പറയുന്ന ആ പയ്യനും കൂടി ഗുണമാവും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.